സത്യദേശാധികൗരവക്തവൃന്ദാരണ്യേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 31. ജീവസത്തുക്കളുടെ ചലനങ്ങളെ പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 4 മുതൽ 8 വരെ വായിക്കാം. ചതുർഭിർധാവ സപ്ത പഞ്ചഭീക്ഷുത്രുഡുദ്ഭവഃ ഷഡ്ഭിർജരായുണാവീത പുക്ഷോ ഭ്രാമ്യതി ദക്ഷിണേ. മാധുജഗ്ധാന്നപാന ആദേ ഏതധാതു അസമ്മതേ ശേതേ വിന്മൂത്രയോർഗർത്തേ സജന്തുർജന്തു സംഭവേ. കൃമിഭീക്ഷത സർവാംഗ സൗകുമാര്യാത് പ്രദിക്ഷണം മൂർച്ഛാപ്നോത്യുരുത്ക്ലേശ തത്രസ്തൈക്ഷുദിതൈർമുഹുഃ. കടൂതീഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിവിരുൾബണൈഃ മാതൃഭുങ്ക്തൈരുപസ്പൃഷ്ട സർവാംഗോദിതവേദനഃ. ഉൽബേണ സംവൃതാ തസ്മിൻ ആന്ത്രൈശ്ച ബഹിരാവൃതഃ ആസ്തേ കൃത്വാ ശിരഃകുക്ഷോ ഭുഗ്നാ പൃഷ്ഠാ ശിരോധരഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ശോഭന മാതാജി വായിച്ചു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശാതാരിണേ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം
നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയാമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതാ സേവയാ ഭഗവതി ഉത്തമാ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 3:2 അധ്യായം 31. ജീവസത്തുക്കളുടെ ചലനങ്ങളെപ്പറ്റി ഭഗവാൻ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 4. ചതുർഭിർദാതവസപ്ത പഞ്ചഭീക്ഷുത്തുരുടുൽഭവഃ ഷഡ്ഭിർജരായുണാവീത കുക്ഷൗ ഭ്രാമതി ദക്ഷിണേ. വിവർത്തനം. ഗർഭധാരണം നടക്കുന്ന ദിവസം മുതൽ 4 മാസത്തിനുള്ളിൽ ശരീരത്തിന്റെ 7 ഘടക പദാർത്ഥങ്ങളായ രക്തത്തെ സൃഷ്ടിക്കുന്ന ദ്രവം, രക്തം, മാംസം, കൊഴുപ്പ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്നിവ അസ്തിത്വത്തിലാകും. 5-ാം മാസാന്ത്യത്തിൽ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു തുടങ്ങുകയും 6-ാം മാസത്തിനൊടുവിൽ ഭ്രൂണം അതിനെ പൊതിഞ്ഞു മൂടുന്ന ദ്രവത്തോടൊപ്പം ഉദരത്തിന്റെ വലതുവശത്തേക്ക് നീങ്ങി തുടങ്ങുകയും ചെയ്യും. ശ്ലോകം 5. മാധുരജഗ്നാദാനപാന അദ്ധൈരദാദൂര സമ്മതേ ഛേദേ വിൺമുത്രയോർഗർത്തേ സ ജന്തുർജന്തു സംഭവേ. വിവർത്തനം. ഭ്രൂണം മാതാവിൽ നിന്നുള്ള ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് അതിനുവേണ്ട പോഷകങ്ങൾ സ്വീകരിച്ച് എല്ലാത്തരം വിരകളുടെയും വിളനിലമായ മലമൂത്രാദികളാൽ അറപ്പുളവാക്കുന്ന ആ വസതിയിൽ വസിച്ച് വളരുന്നു. ശ്ലോകം 6. കൃമിഭീക്ഷത സർവാംഗ സൗകുമാര്യാത് പ്രദീക്ഷണം മൂർച്ഛമാപ്നോത്യൂരുശുക്ലേശ സ്തത്രേക്ഷുദീതൈർമുഹുഃ. വിവർത്തനം. ഉദരത്തിൽ തന്നെയുള്ള വിശപ്പ്, മൂത്ത്, വിരകൾ ശരീരമാസകലം കടിക്കുന്നതിനാൽ പഞ്ചിളം മേനിയുള്ള ആ ശിശുവിന് അതികഠിനമായ പ്രാണവേദന അനുഭവിക്കേണ്ടി വരുന്നു. ആ ഭീകരാവസ്ഥ മൂലം അവൻ അനുനിമിഷം ബോധശൂന്യനാകുന്നു. ശ്ലോകം 7. കടുതീഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിഭിരുൽബണേ മാതൃഭുക്തേരുപസ്പൃഷ്ട സർവാംഗോത്തിതവേദനഃ. മാതാവ് ഭക്ഷിച്ച രൂക്ഷരുചിയുള്ള ആഹാരങ്ങൾ അഥവാ അമിതമായ എരിവും പുളിയും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ ശിശു സ്വയം സ്വീകരിക്കുന്നത് മൂലം അതിൻ്റെ ശരീരം നിരന്തരം ദുസ്സഹമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു. ശ്ലോകം 8. ഉൽബേന സംവൃദ്ധസ്തസ്മിൻ അന്ത്രൈച്ഛ ബഹിരാവൃതഃ ആസ്തേ കൃത്വാ ശിരകുക്ഷൗ ഭുക്നപൃഷ്ഠാ ശിരോധരഃ. വിവർത്തനം. ഗർഭപാത്രത്തിലെ ദ്രാവകത്തിനുള്ളിൽ കുടലുകളാൽ ചുറ്റിപ്പൊതിയപ്പെട്ട ശിശു ഉദരത്തിന്റെ ഒരു വശത്ത് കഴുത്തും പിൻഭാഗവും മുന്നോട്ട് വളച്ച് ശിരസ് വയറ്റിൽ ചേർത്ത് ഒരു വില്ലുപോലെ വളഞ്ഞു കിടക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശോഭന മാതാജി. ഹരേ കൃഷ്ണ. യെസ്. ഇപ്പം കപില ഭഗവാൻ ഇവിടെ മാതാവ് ദേവഹൂതിക്ക് ഒരു ജീവാത്മാവിന് ഒരു പുതിയ ശരീരം അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് സ്വീകരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന യഥാർത്ഥ അനുഭവങ്ങളെക്കുറിച്ച് വിവരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് ആ കുട്ടി ഗർഭപാത്രത്തിൽ വെച്ച് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നു. ആ ശരീരം, ഗർഭപാത്രത്തിൽ വെച്ച് ശരീരം വികസിക്കുന്നതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളെക്കുറിച്ചും ഭഗവാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓരോ മാസം കഴിയുന്ന സമയത്തും ആ കുട്ടിയുടെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുട്ടിയുടെ ഏതെല്ലാം ശരീരഭാഗങ്ങളാണ് വികസിക്കുന്നത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ 1, 2, 3 മാസങ്ങളിൽ നടക്കുന്ന വികാസങ്ങളെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ ശിരസും 2-ാം മാസത്തിനൊടുവിൽ കൈകാലുകളും മറ്റവയവങ്ങളും രൂപം പ്രാപിക്കും. 3-ാം മാസത്തിനൊടുവിൽ നഖങ്ങൾ, കൈവിരലുകൾ, കാൽവിരലുകൾ, ശരീരരോമങ്ങൾ, അസ്ഥികൾ, ത്വക്ക് എന്നിവയും ഉൽപാദന അവയവവും കണ്ണുകൾ, നാസാരന്ധ്രങ്ങൾ, കാതുകൾ, വായ്, ഗുദം എന്നിവയുടെ ദ്വാരങ്ങളും പ്രത്യക്ഷപ്പെടും. 3 മാസം ആകുന്നതോടുകൂടി വ്യത്യസ്ത ശരീര ഭാഗങ്ങൾ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. 4-ാം മാസത്തിലും 5-ാം മാസത്തിലും 6-ാം മാസത്തിലും 7-ാം മാസത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ചതുർഭിർധാതവ സപ്ത പഞ്ചഭി ചുത്രുടുദ്ഭവ ഷഡ്ഭിർജരായുണാവീത കുക്ഷോ ഭ്രാമതി ദക്ഷിണേ. 4-ാമത്തെ മാസത്തില് 7 ധാതുക്കൾ, ശരീരത്തിനെ നിലനിർത്തുന്ന 7 ധാതുക്കൾ വികസിച്ചു വരുമെന്നാണ്, രൂപപ്പെടും എന്നാണ് പറയുന്നത്. ആ 7 ധാതുക്കൾ ഏതൊക്കെയാണെന്ന് വിവർത്തനത്തിൽ ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്. രക്തത്തെ സൃഷ്ടിക്കുന്ന ദ്രവം, രക്തം, നമ്മുടെ ശരീരത്തിന്റെ മജ്ജയിൽ ഉണ്ടാകുന്ന രക്തം, അതൊരു മറ്റൊരു ദ്രാവകത്തിൽ നിന്നാണ്, മജ്ജയിലുള്ള ഒരു ലിക്വിഡ് ഫോമിൽ നിന്നാണ് രക്തമുണ്ടാകുന്നതെന്ന് പറയും. ആ രക്തമുണ്ടായിട്ട് വരും. പിന്നെ മാംസപേശികൾ ഡെവലപ്പായിട്ട് വരും. കൊഴുപ്പ്, അസ്ഥി, മജ്ജ, ശുക്ലം, ഇങ്ങനെയുള്ള 7 ഘടകങ്ങൾ, ശരീരത്തിന്റെ 7 ഘടകങ്ങൾ വികസിച്ചു വരും 4-ാമത്തെ മാസത്തിൽ എന്നാണ് പറയുന്നത്. 5-ാമത്തെ മാസത്തിൽ പഞ്ചഭി ചുത്രുടുദ്ഭവ, വിശപ്പും ദാഹമൊക്കെ കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കും. 5-ാമത്തെ മാസമാകുമ്പോഴേക്ക് 6-ാമത്തെ മാസത്തിൽ കുട്ടിക്ക് ചലിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭ്രാമ്യതി ദക്ഷിണേ, അതുവരെ ചലനശേഷിയൊന്നുമില്ലാതെ കിടക്കുകയായിരിക്കും. 7-ാം മാസം മുതൽ കുട്ടിക്ക് കുറച്ച് ചലിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാകുമെന്ന് പറയും. ആ ചലനം അമ്മയ്ക്കും അനുഭവപ്പെടാൻ സാധിക്കും. കുട്ടി കുറച്ച് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ചലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന് പറയും. അപ്പൊ അതില് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ആൺകുട്ടികളാണെങ്കിൽ വലതു ഭാഗത്തേക്ക് ചലിക്കുന്നു എന്നാണ്, കുറച്ച് ഉദരത്തിന്റെ വലതു ഭാഗത്തേക്ക് നീങ്ങും എന്നാണ് പറയുന്നത് 7-ാം മാസത്തിൽ. കുക്ഷോ ഭ്രാമതി ദക്ഷിണ, ദക്ഷിണ എന്ന് പറയുന്നത് വലതു ഭാഗത്തേക്കാണ്. ആൺകുട്ടികളാണെങ്കിൽ വലതു ഭാഗത്തേക്കും പെൺകുട്ടികളാണെങ്കിൽ ഇടതു ഭാഗത്തേക്കും നീങ്ങും എന്നിവിടെ പറയുന്നുണ്ട്. പിന്നീട് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയും ആ കുട്ടിയുടെ ശരീരത്തിന്റെ വികാസത്തിനെ കുറിച്ച് പറഞ്ഞു, വ്യത്യസ്ത അവയവങ്ങളൊക്കെ വികസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ കുട്ടിക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഉദരത്തിലുണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ കുട്ടി അനങ്ങും എന്നതൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന സമയത്ത് അമ്മ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ബന്ധുക്കൾ എന്താണ് പറയുന്നത്, ആ കുട്ടി എന്താണ് നീന്തുകയാണ്, അല്ലെങ്കിൽ കുട്ടി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് എന്നൊക്കെ പറയും, അല്ലെ, സന്തോഷം കൊണ്ടാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അനുഭവം എന്താണെന്ന് ഭാഗവതത്തിൽ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. മധുര ജഗ്ധാന്ന പാനാദ്യ ഏതധാതു അസമ്മതി ചേതേ വിൺമൂത്രയോർ ഗർത്തെ സ ജന്തു സംവാദം. അത്ര ഒരു സുഖമുള്ള സ്ഥലത്തല്ല ആ കുട്ടി കിടക്കുന്നത്. ചുറ്റുപാടും എന്താണ്, ചുറ്റുപാടും കുടലുകൾ, ആ കുടലിൽ വിസർജ്യ വസ്തുക്കൾ, അതേപോലെ മൂത്രം, ഇങ്ങനെയുള്ള വ്യത്യസ്ത വസ്തുക്കളാണ് ചുറ്റുപാടും വ്യത്യസ്ത സഞ്ചികളിലൊക്കെ നിറച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗർത്തത്തിലാണ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് കുട്ടിക്ക് കിടക്കേണ്ടി വരുന്നത്. അപ്പൊ അതൊരു സുഖമുള്ള അനുഭവമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നീട് കുട്ടിക്ക് പോഷകം കിട്ടുന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. അമ്മയുടെ ശരീരവും കുട്ടിയുടെ ശരീരവുമായിട്ട് ബന്ധമുണ്ടാകും. അപ്പം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള ഭക്ഷണം തന്നെയാണ്, അതിന്റെ ഒരു മാറ്റമുള്ള രൂപം തന്നെയാണ് ആ കുട്ടിക്കും ലഭിക്കുന്നത്. അമ്മ കഴിക്കുന്ന ഭക്ഷണം ആ കുട്ടിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുകൂടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കടു തീഷ്ണോഷ്ണ ലവണ രൂക്ഷ അമ്ലാദിവിരു ഉൾബണെ മാതൃഭുക്തേരുപസ്പൃഷ്ട സർവാംഗോത്ഥിത വേദന.
അമ്മ കൂടുതൽ പുളിയുള്ളത്, എരിവുള്ളത്, തീക്ഷ്ണമായിട്ടുള്ളത്, ഉപ്പ് കൂടുതലുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയെയും ബാധിക്കും, കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കും, കുട്ടിക്ക് ശരീരത്തിൽ വേദന അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്. തീക്ഷ്ണമായിട്ടുള്ള ഉപ്പ്, കൂടുതൽ പുളി, കൂടുതൽ എരിവ്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുമെന്ന് പറയും. കാരണം അതിന്റെ സ്കിൻ, അതിന്റെ ചർമ്മം, കുട്ടിയുടെ ചർമ്മം വളരെ മൃദുലമായിരിക്കും. അതുകൊണ്ട് ചെറിയൊരു ശരീരത്തിലുള്ള മാറ്റം പോലും ആ കുട്ടിയെ ബാധിക്കുന്നു, അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അതിന് വേദന അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു അനുഭവം 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, കൃമിഭീ ക്ഷതസർവാംഗ സൗകുമാര്യാ പ്രദക്ഷിണം. ആ കുട്ടിയുടെ സ്കിന്നിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. സൗകുമാര്യ, വളരെ ടെൻഡർ, വളരെ മൃദുലമായിട്ടുള്ള സ്കിന്നാണ്, അതിന്റെ രോമമാണ്, ശരീരമാണ് അതിനുള്ളത്. വളരെ മൃദുലമാണ് അതിന്റെ, ആ കുട്ടിയുടെ തൊലി എന്ന് പറയുന്നത്. ആ തൊലിയിൽ ചിലപ്പോൾ കൃമികളൊക്കെ കടിക്കുമെന്ന് പറയും. ചെറിയ ചെറിയ കൃമികൾ വന്നിട്ട് അതിന്റെ ശരീരത്തിൽ കടിക്കും. അപ്പൊ അതിന് വല്ലാത്ത, സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകും. കാരണം അതിന്റെ ഞരമ്പുകളും അതിന്റെ ചർമ്മവും ഒക്കെ വളരെ മൃദുലമായതുകൊണ്ട് ചെറിയൊരു വേദന പോലെ അതിന് സഹിക്കാൻ സാധിക്കും. അങ്ങനെ അത് അവിടെ കിടന്ന് പിടയും, അല്ലെങ്കിൽ ചിലപ്പോൾ ബോധം നഷ്ടപ്പെടുമെന്ന് പറയും. മൂർച്ഛ ആപ്നോതി, ഒരു ക്ലേശ, വലിയ ക്ലേശം അതിന് സഹിക്കേണ്ടി വരും. മൂർച്ചയുണ്ടാകും, അതായത് അതിന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയും. അങ്ങനെയൊക്കെ പെടയുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് കുട്ടി എന്താണ് സന്തോഷം കൊണ്ട് ചലിക്കുകയാണ് അല്ലെങ്കിൽ നീന്തുകയാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ കുട്ടിയുടെ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഭാഗവതത്തിൽ നമ്മൾക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വേദനിക്കുന്ന അനുഭവങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പിന്നീട് ആ കുട്ടി കിടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് 8ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് എപ്പോഴും നമ്മൾ കിടക്കുന്നത്, സുഖമായിട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടു നിവർന്നിട്ടാണ് കിടക്കുന്നത്. പക്ഷെ കുട്ടിക്ക് ഒരിക്കലും നീണ്ടു നിവർന്ന് കിടക്കാൻ സാധിക്കുന്നില്ല. കുട്ടി ആകെ വളഞ്ഞ വില്ല് പോലെയാണ് കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ആസ്തേ കൃത്വ ശിരക്കുക്ഷോ ഭുഗ്നപൃഷ്ഠ ശിരോധര. ആ കുട്ടിയുടെ തല എവിടെയാണ്? തലയാകെ വളച്ചു വെച്ച് ഉദരത്തിൽ വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വില്ല് പോലെ തല വയറ്റിൽ വെച്ചിട്ടാണ് അത് കിടക്കുന്നത്. പൂർണ്ണമായിട്ടും വില്ല് പോലെ വളഞ്ഞിട്ടാണ് കിടക്കുന്നത്. കാരണം എന്താണ്? അത്ര ഒരു സ്പേസ് മാത്രമേ അവിടെ ഉള്ളൂ. ഒരു ടൈറ്റായിട്ട് പാക്ക് ചെയ്ത ഒരു സഞ്ചിക്കകത്ത് കിടക്കുന്നത് പോലെയാണ്. അതിന് വേറെ സ്ഥലമൊന്നുമില്ല. അതുകൊണ്ട് ഭുഗ്നപൃഷ്ഠ ശിരോധര എന്ന് പറയുന്നത്. അതിന്റെ കാലുകൾ വളച്ചു വെച്ചിട്ടുണ്ടാകും. കാലുകൾ മുകളിലേക്ക് വളച്ചു വെച്ചിട്ടുണ്ടാകും. അതേപോലെ തല എടുത്തിട്ട് ശിരസ് വരെ വളച്ച് പാക്ക് ചെയ്ത് ആകെ പാക്കറ്റിൽ ആക്കി വെച്ചതുപോലെ ഉണ്ടാകും. അവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ പറയുന്നുണ്ട്, ആ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു വ്യക്തിയോട് വീണ്ടും ഗർഭാവസ്ഥയിലേക്ക് ഇരിക്കണം, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സാധിക്കില്ല അല്ലെ. നമ്മളോട് കുറച്ചു സമയം ഗർഭാവസ്ഥയിൽ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. കുറച്ചു സമയം പോലും നമ്മൾക്ക് അങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. അത്രയും ക്ലേശകരമാണ് ഈ ഗർഭാവസ്ഥയിലുള്ള കുട്ടിയുടെ അവസ്ഥ എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ സങ്കല്പിക്കുന്നത് പോലെ കുട്ടി വളരെ സന്തോഷവാനായിട്ടല്ല ഉദരത്തിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ ജന്മം എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉദരത്തിൽ വളരുന്നത് അത്ര എളുപ്പമല്ല, അത് ദുഃഖമാണ് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലെ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, അത് ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്. യഥാർത്ഥ ജ്ഞാനം കിട്ടിയവർക്ക് മാത്രമേ ഈ ജന്മം എടുക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാവും. അല്ലാത്തവർ മായാശക്തി കൊണ്ട് അത് വളരെ സന്തോഷകരമാണ് എന്നാണ് വിചാരിക്കുന്നത് അല്ലെ. കുട്ടി വരുന്ന സമയത്ത് കുട്ടി കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ നമ്മളെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷമാണ് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ സങ്കല്പിക്കുകയാണ് സന്തോഷമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന അനുഭവം വളരെ ദുഃഖകരമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു കുടുംബസ്ഥന്റെ
ഒരു ഗൃഹസ്ഥന്റെ ചുമതല എന്ന് പറയുന്നത് ഭാഗവതത്തിൽ പറയുന്നത് ആ ഗൃഹത്തിലുള്ള ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇനി ഒരു ഗർഭപാത്രത്തിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ്. മാതാവിന്റെ കടമ, പിതാവിന്റെ കടമ എന്താണെന്ന് ഭാഗവതത്തിൽ എടുത്തു പറയുന്നത്. അപ്പൊ തനിക്കുണ്ടായ മക്കൾ, മാതാവായാലും പിതാവായാലും തനിക്കുണ്ടായ മക്കൾ ഇനി ഒരു ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഉള്ള വിദ്യ ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ കടമ, അല്ലെ? ഇനി അടുത്ത ജന്മത്തിൽ അവർ ഏത് ഉദരത്തിൽ വേണമെങ്കിലും പോയി പിറന്നോട്ടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു ലൈഫ്, ഈ ഒരു ശരീരത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുന്നത് ഉത്തരവാദിത്വമില്ലാത്ത അവസ്ഥയാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ എന്നാണ് പറയുന്നത്. തന്റെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടി വേറൊരു ഗർഭപാത്രത്തിൽ പോയി ജനിക്കാതിരിക്കുക. അല്ലാതെ ഏത് ഗർഭപാത്രത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല. കർമ്മം മോശമാണെങ്കിൽ മൃഗങ്ങളുടെ, പട്ടിയുടെയോ പൂച്ചയുടെയോ ഒക്കെ ഗർഭപാത്രത്തിൽ പോയിട്ട് ഇതേ കുട്ടിക്ക് ജനിക്കേണ്ടി വരും, നമ്മുടെ മക്കൾക്ക്. അങ്ങനെയുള്ള ഒരു ദുരന്ത അവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ കുടുംബത്തിനോടുള്ള ചുമതല. ആ കുടുംബത്തിന്റെ ചുമതല മറന്ന് ജീവിച്ചത് കൊണ്ടാണ്, എന്ത് വേണമെങ്കിലും ചെയ്ത് ശരീരം മാത്രം നിലനിർത്തുക എന്നുള്ള നിലവാരത്തിൽ ജീവിച്ചത് കൊണ്ടാണ് ഈ ജീവാത്മാവിന് നമ്മൾ നേരത്തെ വായിച്ചതുപോലെയുള്ള ദുസ്സഹമായിട്ടുള്ള നരകീയ അവസ്ഥകളിലൂടെ പോകേണ്ടി വന്നത്. അപ്പൊ അത് പറയുന്നത് ഞാൻ കുടുംബത്തിനെ ഭരിക്കുകയാണ്, കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിലുള്ള കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വം അത് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിത്വം ഇതാണെന്ന് ഭാഗവതത്തിൽ പറയുന്നു. നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഇനിയൊരു ഗർഭപാത്രത്തിലേക്ക് പറഞ്ഞയക്കാതിരിക്കുക എന്നുള്ളതാണ്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പറഞ്ഞയക്കുക എന്നുള്ളതാണ് നമ്മുടെ കുടുംബക്കാരോടുള്ള നമ്മൾക്കുള്ള ഉത്തരവാദിത്വം. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗർഭപാത്രത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഭഗവാൻ ഇത്രയും വിശദമായിട്ട് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനിയും മറ്റുള്ള അവസ്ഥകളും കുട്ടിക്ക് ഉണ്ടാവുന്ന മറ്റു അവസ്ഥകളെ കുറിച്ചൊക്കെ ഇനി ഉള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അപ്പൊ നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയ ശ്രീ മാതാജി ജപിച്ചു. ഹരേ കൃഷ്ണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ